ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിലെ അഞ്ചാമത്തെ ഇൻസ്ട്രുമെൻ്റ് ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ പേപ്പറിനെ പറ്റിയിട്ടാണ്. ആദ്യം തന്നെ നമുക്കതിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എൻ അൺസെക്യൂർഡ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ് ഇഷ്യൂഡ് ഇൻ ദ ഫോം ഓഫ് എ പ്രോമിസറി നോട്ട്. അതായത് ഒരു നോർമൽ ഒരു പ്രോമിസറി നോട്ടിൻ്റെ രീതിയിൽ ഇഷ്യൂ ചെയ്യുന്ന ഒരു അൺസെക്യൂർഡ് ആയിട്ടുള്ള ഒരു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് എന്ന് പറയുന്നത്. And it was introduced in India in the year of 1990 with a view to enable highly rated cooperative borrowers to diversify their sources of short-term borrowings and to provide an additional instrument to investors. അതായത് ഇത് ഇന്ത്യയിൽ നിലവിൽ വന്നത് 1990-കളിലാണ്. അതിൻ്റെ മെയിൻ എയിം എന്ന് വെച്ചാൽ എന്താണ്, ഹൈലി റേറ്റഡ് ആയിട്ടുള്ള കോർപ്പറേറ്റ് ബോറോവേഴ്സിന് അവരുടെ ഷോർട്ട് ടേം ബോറോയിങ്സിൻ്റെ സോഴ്സസിനെ ഒന്ന് ഡൈവേഴ്സിഫൈ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശവും, അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിന് ഒരു അഡീഷണൽ ആയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് എന്ന നിലയ്ക്ക്, അതായത് ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അഡീഷണൽ ഇൻസ്ട്രുമെൻ്റ് എന്നുള്ള നിലയ്ക്കുമാണ് കൊമേഴ്ഷ്യൽ പേപ്പേഴ്സിനെ 1990 ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. It helps in financing the working capital requirements of corporate enterprises. നമുക്കറിയാം വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്ന ക്യാപിറ്റലിനെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ കമ്പനീസിൻ്റെ അല്ലെങ്കിൽ കോർപ്പറേറ്റ് എൻ്റർപ്രൈസസിൻ്റെ എല്ലാം വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സിനെ ഫിനാൻസ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് എന്ത് കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ ഷോർട്ട് ടൈം യൂസൻസ് പ്രൊമിസറി നോട്ട് വിത്ത് ഫിക്സഡ് മെച്ചോറിറ്റി issued mostly by the leading nationally reputed credit worthy and highly rated large corporations. അതായത് ഇത് നോർമലി ഇഷ്യൂ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു എന്താണ്, ഒരു പ്രൊമിസറി നോട്ടിൻ്റെ രീതിയിലാണ്. ഓക്കെ, അപ്പോൾ അതിനൊരു ഫിക്സഡ് മെച്ചൂരിറ്റി പീരീഡ് ഉണ്ടായിരിക്കും. ഇനി ഇത് ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്, ഒരു ലീഡിങ് കമ്പനി ആയിരിക്കണം, അല്ലെങ്കിൽ നാഷണലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആയിരിക്കണം, ക്രെഡിറ്റ് വർത്തിനെസ് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം അല്ലെങ്കിൽ കോർപ്പറേഷൻ ആയിരിക്കണം, അതേപോലെ ഹൈലി റേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിലവിലുള്ള കോർപ്പറേഷൻ്റെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ നല്ല റേറ്റിംഗ് ഉള്ള ഒരു കോർപ്പറേഷൻ ആയിരിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അല്ലെങ്കിൽ കോർപ്പറേഷൻസിന് ഓർഗനൈസേഷന് മാത്രമേ ഇത്തരത്തിൽ കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് റെയർലി ഇഷ്യൂഡ് ടു ഫിനാൻസ് ദ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഓർ ഫോർ ഫിക്സഡ് ക്യാപിറ്റൽ. അപ്പോൾ നമ്മൾ പറഞ്ഞു കമ്പനിയുടെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, അതായത് ഷോർട്ട് ടേം റിക്വയർമെൻറ്റ്സ് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ഒക്കെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ് എന്തിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്, കൊമേഴ്ഷ്യൽ പേപ്പേഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ ഇത് പെർമനൻ്റ് ആയിട്ടുള്ളൊരു വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ക്യാപിറ്റലിന് വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് വളരെ റെയർ ആയിട്ടായിരിക്കും. ദേ ആർ നെഗോഷ്യബിൾ ബൈ എൻഡോഴ്സ്മെൻറ്റ് ആൻഡ് ഡെലിവറി. ഇത് നെഗോഷ്യബിൾ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അത് നെഗോഷ്യബിൾ ആകുന്നത് എങ്ങനെയാണ്, ബൈ എൻഡോഴ്സ്മെൻറ്റ് ആൻഡ് ഡെലിവറി. നെക്സ്റ്റ് പോയിന്റ്, ദേ ആർ റിഗാർഡഡ് ആസ് ഹൈലി സെക്യൂർഡ് ആൻഡ് സേഫ് ഇൻസ്ട്രുമെൻറ്റ്. ഹൈലി സെക്യൂർഡ് ആയിട്ടുള്ളതും അതുപോലെ സേഫ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് അല്ലെങ്കിൽ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്, കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നത്. ആൻഡ് ദീസ് ആർ ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട് ടു ദെയർ ഫേസ് വാല്യൂ. അവരുടെ ഫേസ് വാല്യൂവിനേക്കാളും ഡിസ്കൗണ്ട് റേറ്റിനാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യുന്നത്. ഇനി ആരൊക്കെയാണ് കൊമേഴ്ഷ്യൽ പേപ്പേഴ്സിലെ പാർട്ടിസിപ്പൻസ് എന്ന് നമുക്ക് നോക്കാം. Any public or private sector company can issue CPs. ഏതൊരു പബ്ലിക് കമ്പനിക്കും അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് കമ്പനിക്കും എന്ത് ഇഷ്യൂ ചെയ്യാം, കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ഇഷ്യൂ ചെയ്യാം. Any person, bank, company and other registered incorporate bodies can invest in the commercial papers. അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ പേപ്പേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നവർ ആരൊക്കെയാണ്, എനി പേഴ്സൺ, ആർക്ക് വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം, ഏത് ബാങ്കിന് വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം, ഏത് കമ്പനീസിന് വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം, അതേപോലെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഇൻകോർപ്പറേറ്റഡ് ബോഡീസിനും ഇൻവെസ്റ്റ് ചെയ്യാം, കൊമേഴ്ഷ്യൽ പേപ്പറിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. Highly rated corporate borrowers
primary dealers and all India financial institutions which have been permitted to raise resources through money market instruments under the limit fixed by RBI are eligible to issue CP. അപ്പോൾ സി പി അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യാനായിട്ട് എലിജിബിൾ ആയിട്ടുള്ളവർ ആരൊക്കെയാണെന്നാണ് പറയുന്നത്? ഹൈലി റേറ്റഡ് ആയിട്ടുള്ള കോർപ്പറേറ്റ് ബോറോവേഴ്സ്, അതേപോലെ മണി മാർക്കറ്റിലുള്ള പ്രൈമറി ഡീലേഴ്സ്, അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ള പ്രൈമറി ഡീലേഴ്സ്, അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇതിനെല്ലാത്തിനും എന്ത് ചെയ്യാനായിട്ട് പറ്റും? കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ അവിടെ ഒരു കണ്ടീഷൻ, ഒരു ക്ലോസും കൂടി പറയുന്നുണ്ട്. എന്താണ്? വിച്ച് ഹാവ് ബീൻ പെർമിറ്റഡ് ടു റേസ് റിസോഴ്സസ് ത്രൂ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് അണ്ടർ ദ ലിമിറ്റ് ഫിക്സഡ് ബൈ RBI ഫിക്സ് ചെയ്തിട്ടുള്ള ലിമിറ്റിൻ്റെ ഉള്ളിൽ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ റിസോഴ്സസ് റേസ് ചെയ്യാൻ പെർമിറ്റഡ് ആയിട്ടുള്ള ഈ പറഞ്ഞ കോർപ്പറേറ്റ് ബോറോവേഴ്സിനും പ്രൈമറി ഡീലേഴ്സിനും ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണ് എന്തിനുള്ള എലിജിബിലിറ്റി ഉള്ളത്? കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ഇഷ്യൂ ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ഇഷ്യൂ ചെയ്യാനുള്ള ക്രൈറ്റീരിയാസ് എന്ന് പറയുന്നത്? ഫസ്റ്റ് പോയിന്റ്, tangible net worth as per the latest audited balance is not less than rupees 4 crore. അതായത് ആ കമ്പനിയുടെ അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യുന്ന കമ്പനിയുടെ ടാഞ്ചിബിൾ ആയിട്ടുള്ള നെറ്റ് വർത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ടാഞ്ചിബിൾ ആയിട്ടുള്ള നെറ്റ് വർത്ത് എന്ന് പറയുന്നത് ലാസ്റ്റ് ഓഡിറ്റിൻ്റെ ബേസിസിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അത് എന്തിനേക്കാളും കുറയാൻ പാടില്ല? 4 crore കുറയാനായിട്ട് പാടില്ല. Next point, it has been sanctioned working capital limit by banks or financial institutions. അതായത് അവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ ലിമിറ്റ് ആര് വഴി സാങ്ഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം? ബാങ്ക്സോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ സാങ്ഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. And next point, the borrower account of the company is classified as a standard asset by the financing bank or institution. അതായത് ഫിനാൻസ് ചെയ്യുന്ന ബാങ്കോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനോ അവരുടെ ബോറോവേഴ്സിൻ്റെ അക്കൗണ്ടിനെ, ആ കമ്പനിയുടെ അക്കൗണ്ടിനെ എന്തായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം? സ്റ്റാൻഡേർഡ് അസറ്റായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. ദ കൊമേഴ്ഷ്യൽ പേപ്പർ വിൽ ബി ഇഷ്യൂഡ് അറ്റ് ദ മിനിമം ഡിനോമിനേഷൻ ഓഫ് ₹5 lakh ആൻഡ് മൾട്ടിപ്പിൾസ് thereof. അതായത് കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ മിനിമം ഡിനോമിനേഷൻ എന്ന് പറയുന്നത് ₹5 lakh ആണ്. പിന്നീട് ഇഷ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മൾട്ടിപ്പിൾസിലാണ് ഇഷ്യൂ ചെയ്യാനായിട്ട്. ഇപ്പോൾ 5 lakhൻ്റെയും അതിൻ്റെ മൾട്ടിപ്പിൾസിലാണ് കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആൻഡ് amount ഇൻവെസ്റ്റഡ് ബൈ സിംഗിൾ ഇൻവെസ്റ്റർ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ ₹5 lakh. അപ്പോൾ ഈ 5 lakh എന്ന് പറയുന്നതാണ് ഫേസ് വാല്യൂ. ആ 5 lakhനേക്കാളും കുറവായിരിക്കാൻ പാടില്ല എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ടൈപ്സ് ഓഫ് കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ്. അപ്പോൾ ഇനി എന്തൊക്കെയാണ്, ഏതൊക്കെ തരത്തിലുള്ള കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ഉണ്ടെന്നുള്ളതാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. The first one is direct papers. Okay, so it is issued directly by the company to the investor without any intermediary. അതായത് ഒരു ഇൻ്റർമീഡിയറീസും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു മിഡിൽ മാൻസും ഇല്ലാതെ ഡയറക്റ്റ്ലി കമ്പനി തന്നെയാണ് ഇത് ഇൻവെസ്റ്റേഴ്സിന് ഇഷ്യൂ ചെയ്യുന്നത്. Okay, so the companies issuing direct papers announce the current rate of commercial paper with different maturities for investors to choose the commercial paper that suits their requirements. അപ്പോൾ ഇവിടെ കമ്പനി എന്താ ചെയ്യണത്? അവരൊരു കറണ്ട് റേറ്റ്, അതായത് കൊമേഴ്ഷ്യൽ പേപ്പറിൻ്റെ ഒരു കറണ്ട് റേറ്റ് വെച്ചിട്ട് ഇത് അനൗൺസ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അനൗൺസ് ചെയ്യുമ്പോൾ അതിൻ്റെ മെച്ചോറിറ്റി പീരീഡ് പല ഡിഫറെൻറ്റ് മെച്ചോറിറ്റീസിലുള്ള അല്ലെങ്കിൽ കറണ്ട് റേറ്റിലെ ബേസിസിലാണ് കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് എന്ത് ചെയ്യുന്നത്? അനൗൺസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് അവർക്ക് സ്യൂട്ടബിൾ ആണെന്ന് തോന്നുന്ന തരത്തിലുള്ള കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് മെച്ചൂരിറ്റി പീരീഡും അതേപോലെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവർക്ക് സ്യൂട്ടബിൾ ആണെന്ന് തോന്നുന്നത് അവർക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഇൻ്റർമീഡിയറീസ് ഇല്ല എന്നുള്ളതാണ് ഡയറക്റ്റ് പേപ്പേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഈസ് ഡീലർ പേപ്പർ. അപ്പോൾ ഫസ്റ്റ് വൺ ഡയറക്റ്റ് പേപ്പേഴ്സ് എന്ന് പറയുന്നതും സെക്കൻഡ് വൺ ഡീലർ പേപ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ട് അല്ലേ? ഫസ്റ്റിൽ എന്താണ്, ഇൻ്റർമീഡിയറീസ് ഇല്ല. ഡീലർ പേപ്പർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അവിടെ ഇൻ്റർമീഡിയറീസിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, എന്താ നോക്കാം. എ ഡീലർ ഓർ മെർച്ചൻറ്റ് ബാങ്കർ ഓൺ ബിഹാഫ് ഓഫ് എ ക്ലയൻറ്റ് ഇഷ്യൂസ് ദീസ് ടൈപ്പ് ഓഫ് കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ്. അതായത്
ക്ലയൻറ്റിന് വേണ്ടി അല്ലെങ്കിൽ കമ്പനീസിന് വേണ്ടിയിട്ട് ഒരു ഡീലറോ അല്ലെങ്കിൽ ഒരു മർച്ചൻറ്റ് ബാങ്കറോ ആയിരിക്കും എന്ത് ഇഷ്യൂ ചെയ്യുന്നുണ്ടാവുക, കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ഇഷ്യൂ ചെയ്യുന്നുണ്ടാവുക. ദ ഡീലർ അറേഞ്ചസ് ഫോർ ദ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഓഫ് ദ പേപ്പർ ആൻഡ് ഓൾസോ പ്രൊവൈഡ്സ് അഡ്വൈസറി സർവീസസ്. അതായത് കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത് കമ്പനീസിന് വേണ്ടി ഇഷ്യൂ ചെയ്യുന്നതും അതിൻ്റെ അഡ്വൈസറി സർവീസസും മറ്റെല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നതും നടത്തിക്കൊണ്ടു പോകുന്നതും ആരായിരിക്കും, ഈ പറഞ്ഞ ഡീലേഴ്സ് അല്ലെങ്കിൽ മർച്ചൻറ്റ് ബാങ്കേഴ്സ് ആയിരിക്കും. ഓക്കെ, ഇനി ഇതിന് പുറമെയുള്ള പുതിയ രീതിയിലുള്ള കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് മാസ്റ്റർ നോട്ട്. സോ ഇറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ ഫിനാൻസ് കമ്പനീസ് ടു ബാങ്ക്, ട്രസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് അതർ പെർമനൻറ്റ് മണി മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സ്. അതായത് ഇത് മെയിൻലി ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്, ഫിനാൻസ് കമ്പനീസാണ്. ആർക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്, ബാങ്ക്, ട്രസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിനും അതുപോലെ തന്നെ മറ്റ് പെർമനൻ്റ് ആയിട്ടുള്ള മണി മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സിനുമാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്. ആൻഡ് ദ ഇൻവെസ്റ്റിംഗ് ഫേം ഇൻ ആൻ എഗ്രിമെൻറ്റ് നോട്ടിഫൈസ് ദ ഇഷ്യൂയിങ് കമ്പനി ദ എമൗണ്ട് ഓഫ് പേപ്പർ ദാറ്റ് ഇറ്റ് വിഷസ് ടു പർച്ചേസ് ഓൺ എ പെർട്ടിക്കുലർ ഡേ. അതായത് ഒരു പെർട്ടിക്കുലർ ഡേയിൽ എത്ര എമൗണ്ട് വർത്തുള്ള കൊമേഴ്ഷ്യൽ പേപ്പറാണ് അവർ പർച്ചേസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് അവർ ഇഷ്യൂയിങ് കമ്പനീനെ, ഇൻവെസ്റ്റിംഗ് ഫേം ഇഷ്യൂയിങ് കമ്പനീനെ ഒരു അഗ്രിമെൻറ്റ് വഴി നോട്ടിഫൈ ചെയ്യും. ആൻഡ് ദ ഇഷ്യൂയിങ് കമ്പനി ദെൻ ഇഷ്യൂസ് എ പേപ്പർ ഓൺ ദ എഗ്രീഡ് എമൗണ്ട്. ആ എഗ്രീഡ് എമൗണ്ടിൻ്റെ ബേസിസിൽ ഇഷ്യൂയിങ് കമ്പനി കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ഇഷ്യൂ ചെയ്യും. ഇതാണ് മാസ്റ്റർ നോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഫോം അല്ലെങ്കിൽ ഈ ടൈപ്പ് ഓഫ് കൊമേഴ്ഷ്യൽ പേപ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് മീഡിയം ടേം നോട്ട്സ്. മീഡിയം ടേം നോട്ട്സ് എന്ന് പറയുമ്പോൾ ദീസ് ആർ അൺസെക്യൂർഡ് ഒബ്ലിഗേഷൻസ് വിത്ത് എ മെച്ചോറിറ്റി പീരീഡ് ഓഫ് 9 to 10 months. ഇതിൻ്റെ ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ അൺസെക്യൂർഡ് ആയിട്ടുള്ളൊരു ഒബ്ലിഗേഷനാണ് ഈ തരത്തിലുള്ള കൊമേഴ്ഷ്യൽ പേപ്പേഴ്സിനുള്ളത്. അതിൻ്റെ മെച്ചൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് നോർമലി 9 months to 10 months ആയിരിക്കും. Okay, then investment grade corporations generally issue these notes at a particular rate of interest. ഒരു particular rate of interestൻ്റെ ബേസിസിൽ ഇത് ഇഷ്യൂ ചെയ്യണത് ആരാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രേഡ് കോർപ്പറേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് പറയുന്നത്. അതിൻ്റെ മെച്ചൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് 9 to 10 months ആയിരിക്കും. ഇത് ഇഷ്യൂ ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രേഡ് കോർപ്പറേഷൻസ് ആണ്. ഒരു പെർട്ടിക്കുലർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ ബേസിസിലാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്. ആൻഡ് ദ തേർഡ് വൺ ഈസ് അസറ്റ് ബാക്ക്ഡ് കൊമേഴ്ഷ്യൽ പേപ്പർ. അപ്പോൾ എന്താണ് അസറ്റ് ബാക്ക്ഡ് കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് പേപ്പർ ഓഫേഴ്സ് ലോവർ ഇൻട്രസ്റ്റ് റേറ്റ് ടു കോർപ്പറേറ്റ്. അതായത് കമ്പാരിറ്റീവ്ലി ഒരു ലോവർ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് അസറ്റ് ബാക്ക്ഡ് കൊമേഴ്ഷ്യൽ പേപ്പറിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഒരു ലോൺസിൻ്റെ അല്ലെങ്കിൽ ക്രെഡിറ്റ് റിസീവബിൾസിൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷനായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയാണ് കൊമേഴ്ഷ്യൽ പേപ്പേഴ്സിനെ ന്യൂ ഫോംസ് എന്ന് പറയുന്നത്, പുതിയ തരത്തിലുള്ള കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെറിറ്റ്സ് ഓഫ് കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ആണ്. ഒരു 4 പോയിന്റ്സ് ആണ് മെറിറ്റ്സ് ആയിട്ട് ഇവിടെ പറയുന്നത്. ദ ഫസ്റ്റ് പോയിന്റ് ഈസ് സേഫ്. സേഫ് എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്നത് ഏറ്റവും സേഫസ്റ്റ് കൈൻഡ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് ആണ്, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് എന്ന് പറയുന്നത്. അതായത് ട്രഷറി ബിൽസ് ഒക്കെ പോലെ സേഫ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്താ പറയുക ഇൻസ്ട്രുമെൻ്റ് ആണ് കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിന്റ്, സീസണൽ ആൻഡ് ഇൻറ്ററിം നീഡ്സ് ക്യാൻ ബി മെറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് CP. അതായത് കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് നമുക്ക് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാതും തന്നെ എന്താണ് ഷോർട്ട് ടൈം റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് എവിടെ കാണാൻ പറ്റുക, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ സീസണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻറ്ററിം നീഡ്സ്, പെട്ടെന്നുള്ള ആവശ്യങ്ങൾ അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമ്പനീസിനെ അല്ലെങ്കിൽ കോർപ്പറേഷൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഹൈലി ലിക്വിഡേറ്റഡ്, ഈസിലി നമുക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അതിന് ഹൈലി ലിക്വിഡ് ആണ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് സിമ്പിൾ ടു ഓപ്പറേറ്റ്. ഇപ്പം നമ്മൾ അതിൻ്റെ ക്രൈറ്റീരിയാസും എലിജിബിലിറ്റി അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസും ഒക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ കണ്ടു. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് അതിൻ്റെ ക്രൈറ്റീരിയാസ് അല്ലെങ്കിൽ ഫോർമാലിറ്റീസൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പറേഷൻസ്, വേ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കൊമേഴ്ഷ്യൽ പേപ്പർ റിലേറ്റ് ചെയ്തിട്ട് വരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.